ഇഹാങ്കൂട്ടാ ഇതിനകത്ത് തന്നെ ഇഹാങ്കൂട്ടാ ഇരിക്കുന്നേ. മീൻ ആണോ? നമ്മൾ ചൂണ്ടിടാൻ പോയിട്ട് വന്നേ ഉള്ളൂ. സമയം 7:30 ആകുന്നു. കിട്ടിയ മീനെ കാണണോ? കാണണോ? അപ്പക്കാണോ? ചോദിച്ചാ കാണിച്ചാലോ? കാണിക്കുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മൾ എവിടെ നിന്ന് മീൻ പിടിച്ചെന്നറിയോ? ഇതേ ഒരു ലോക്കയില് നമ്മൾ സ്പൈഡർ കയറ്റിയിടുവാണ്. അതിനുശേഷം സ്പൈഡർ ലോക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി തീറ്റ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കൊളുത്തൊക്കെ പുറത്താണ്. അതിനകത്ത് 1-2 കൊളുത്ത് നമ്മളിത് ജസ്റ്റ് ഇതുണ്ടല്ലോ ഇതിങ്ങനെ കയറ്റി വെക്കുന്നു. ഇത് നമ്മൾ ആദ്യത്തെ തീറ്റ ഇടുവാണ്. ഞാൻ സ്പൈഡർ അങ്ങനെ ഇടാത്താണ് കേട്ടോ. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് സ്പൈഡർ ഇട്ട് ചൂണ്ടിടുന്നത്. നമ്മൾ ആദ്യം വെച്ച ചൂണ്ടയിൽ ചെറുതായിട്ട് തട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ചെറിയൊരു ഡ്രാഗ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചൂണ്ട ഇവിടെ ഇരിക്കട്ടെ. ഒരു മണി എടുത്തിട്ടുണ്ട്. മണി നമ്മൾ ചൂണ്ടയിലോട്ട് കുത്തി വെക്കുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനും ഉണ്ട്, ഇതേ ജിനോചാച്ചനും ഉണ്ട്, നമ്മുടെ പ്രദോഷേട്ടനും ഉണ്ട്. ഞങ്ങൾ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചേട്ടൻ ഞങ്ങളെക്കാളും മുമ്പ് ഇവിടെ വന്ന് ചൂണ്ടിടാൻ തുടങ്ങിയല്ലേ ഏട്ടാ? അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടല്ലേ? ചേട്ടൻ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ചേട്ടന് കിട്ടിയ മീനുകൾ നമ്മളവിടെ വലയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ആദ്യത്തെ മീൻ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മീൻ ഇതേ ചേട്ടൻ അടിച്ചിട്ടുണ്ട്. മീനുണ്ടല്ലോ. അതേ കണ്ടല്ലോ. അടുത്ത മീൻ നമ്മളതൊക്കെ ഒരു ഉടക്കി കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഞാൻ ഫുള്ള് താന്നു പോകും കേട്ടോ. അതേ കണ്ടല്ലോ, ഇവൻ്റെ അടിവഴിയാണ് ഹുക്ക് കയറിയിരിക്കുന്നത്. ചേട്ടൻ ഇങ്ങോട്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ചേട്ടനോട് ചോദിക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. അതിനും ചേട്ടൻ ഇങ്ങോട്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചേട്ടനോട് സ്ഥിരമായിട്ട് കൊണ്ടിടുന്നല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? പ്രദോഷ്. ജിനോചനും ചേട്ടൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. കാര്യം വെച്ചാൽ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ ഫുള്ള് ചൂണ്ടിയിലായിരുന്നു. ചേട്ടൻ ഇവിടെ നമ്മളുണ്ടല്ലോ ഡ്രാഗ് ഇട്ട് വെച്ചില്ലെങ്കിൽ സീനാണോ? പോയോ? നമ്മളെ ചെറിയ ഡ്രാഗ് ഇച്ചിരി ലൂസ് ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ രോഗം അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുമല്ലേ? ഇവിടുത്തെ രോഗം കിട്ടുന്നതാണോ? ആണോ? നമുക്ക് ഭാഗ്യം കൊണ്ട് പറഞ്ഞാൽ കിട്ടും കേട്ടോ. നമുക്ക് നോക്കാവേ. ജിനോജന് കഴിഞ്ഞ ദിവസം ഇത് മീനല്ല, ജിനോജൻ്റെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു മീൻ അടിച്ച് വിട്ടുപോയതിൻ്റെ ക്ലിപ്പ് ഞാൻ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് വരാന്നൊരു വിട്ടുപോയി. അതുകൊണ്ട് നമ്മളിന്ന് വലയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വല എന്ത് ചെയ്യും? വലയ്ക്ക് അത് വേണം, നമുക്കൊരു തിമിംഗല കുഞ്ഞിനെ വേണം കോരിയെടുക്കാം. അമ്മാതെ വലയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ വലയായിട്ട് വന്നാൽ ഒരിക്കലും മീൻ കിട്ടത്തില്ല, അതാണ് സത്യം. ഒന്നുമില്ലാതെ തീറ്റ പോലില്ലാതെ വരുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്താണ്, നമുക്ക് ഇതിവിടെ എടുത്ത് വെച്ചേക്കാം. ഇനി ഇതില്ലാത്തതിൻ്റെ പേരിൽ മീൻ പോകണ്ടല്ലോ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. അവനിടുന്ന് ന്യായമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ചൂണ്ട അടിക്കുന്ന മീനെ പിടിക്കുമോ? അതേ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചൂണ്ടയിൽ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 1, 2, 3 ചൂണ്ട നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ മീൻ ആരുടെ ചൂണ്ടയ്ക്ക് ഇട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഉണ്ട പോയി. ഇതേ മീനുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിയായിരുന്നു, പക്ഷേ വിട്ടുപോയി. ഇത്രയും തീറ്റയുള്ളൂ, ഇച്ചിരി തീറ്റയല്ലേ ഏട്ടാ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീറ്റ അങ്ങ് ചെന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവന്മാരുടെ ആക്ടിവിറ്റി കൂടും കേട്ടോ. ഒരു 3-4 കുളത്തിന് ഇതിനകത്തോട്ട് കയറ്റി വെക്കുകയാണ്. നമ്മുടെ ചൂണ്ട ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതേലും അടിച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലനായിരിക്കും, മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മീനുണ്ട്. പുല്ലൻ. അയ്യോ, എൻ്റെ ഇന്നത്തെ ആദ്യത്തെ പുല്ലാണ് കേട്ടോ. ഈ സൈസ് തന്നെ ആയിരിക്കും കുറച്ച് മുമ്പ് അടിച്ചിട്ട് വിട്ടുപോയത്. ഇത് കണ്ടല്ലോ. സ്പൈഡർ എടുക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറേ ഫ്രീ ആയിട്ടുള്ള ഹുക്കുണ്ട്. പുല്ലനാണെങ്കിൽ നന്നായിട്ട് പിടയ്ക്കുന്ന മീനുമാണ്. അപ്പം ഇത് പിടയ്ക്കുന്ന സമയത്ത് വേറെ ഹുക്കുകൾ നമ്മുടെ കയ്യിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല സൂക്ഷിച്ചാണ് എടുക്കാനായിട്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത സൈസൊന്നുമല്ല, ചെറിയ പുല്ലനാണ് കേട്ടോ. ഈ തീറ്റ തന്നെ മതി കേട്ടോ. ഈ കുഞ്ഞ് തീറ്റ ഇവന്മാരടിക്കുവേ. ഇതിപ്പോൾ കണ്ടോ, വെള്ളം കയറി ഈ സ്ഥലം മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. ഇത് കണ്ടോ, വെള്ളത്തിൽ ഒഴുകി വന്ന വേസ്റ്റാണ് ഈ കാണുന്നത് മൊത്തം. നമ്മൾ ഇവനെ ചെറുതായിട്ട് വലയിലിട്ടിടുവാണ് കേട്ടോ. വെള്ളത്തിൽ കെട്ടിട്ടുവാണെങ്കിൽ അവൻ ജീവനോടെ ഇടുന്നുള്ളൂ. അവൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂണ്ട ഒന്നുകൂടി ഇടാം കേട്ടോ. ഇത്രയും തീറ്റ തന്നെ ഇടുന്നുള്ളൂ. ചൂണ്ട ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മണി ഇത് മീനുണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. നമുക്ക് നോക്കാവേ. ഇത് വേറെന്തോ മീനാണല്ലോ. കൂരലാണോ? അല്ല, പുല്ലൻ തന്നെയാണ് കേട്ടോ. നമുക്ക് നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടെ വലിയ സൈസാണ്. ഞാൻ കാണിച്ചിരാവേ. സൈസ് കൂടിക്കൂടി വരും. ഇത് രോഹു എന്ന് നിൽക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പം മീൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഹുക്ക് എല്ലാം കൂടെ കയ്യെ കൂടെ കയറുന്ന കാണാം. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് എൻ്റെ കയ്യെ ഹുക്ക് കയറി നല്ല സമയമാണ് കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ ഫുള്ള് ഷൂസ് ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അയ്യോ, 2 എണ്ണം കുഴപ്പമില്ല. 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ അരാപ്പമി കഴിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു തീറ്റ തന്നെ ഇടുന്നത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് തീറ്റ മാറ്റാൻ വേണ്ടി എടുത്താണ് കേട്ടോ. ചുമ്മാ ഒന്ന് ഉടക്കിയതാണ്. അതേ സൈഡിൽ നിന്ന ഒരു മീനാണെന്ന് തോന്നുന്നു. നോക്കാം. അവൻ്റെ വായിലാണെങ്കിൽ അല്ല കേട്ടോ, അവൻ കൊത്തിക്കൊണ്ട് നിന്നാണ്. നമ്മൾ എടുത്തതും കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. നമ്മൾ തീറ്റ മാറ്റിയിടാൻ വേണ്ടി എടുത്താണ്. നമ്മുടെ 3ാമത്തെ പുല്ലൻ. അത് ഞാൻ ഹുക്കപ്പ് ചെയ്തപ്പോഴേക്കും കയറിയതാണ് കേട്ടോ. നമുക്ക് ഇവനെ എന്തേ വലയ്ക്കകത്തോട്ടിടാം. ഇതേ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം അടുത്ത് തന്നെയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു പുല്ലാണ് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ചെറുതാണ്. നമുക്ക് ഈ സെൻറ്ററിൽ വെക്കുന്ന ചൂണ്ടയിലാണ്. ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ ചൂണ്ടയിൽ ഒന്നും കിട്ടുന്നില്ല കേട്ടോ.
നമ്മുടെ സെൻറ്ററിൽ വെക്കുന്ന ചൂണ്ട മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതുണ്ടല്ലോ കുഞ്ഞ ഒരു ഹുക്ക്, ചെകിളയുടെ ഇടയ്ക്ക് കൂടെ ഒരു ഹുക്ക്, 3 ഹുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ മത്തിപ്പുല്ലൻ, അതായത് മത്തിയുടെ അത്രേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ മത്തിയുടെ അത്രേ ഉള്ളൂ. ഇതേ നമ്മുടെ 4ാമത്തവൻ. സമയം 6 മണിയായി. നമുക്കൊരു 1/4 മണിക്കൂർ കൂടെ നിൽക്കാം. മണിയും കൂടെ വച്ചേക്കാം. സമയം 6:30 നമ്മൾ പയ്യെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. പക്ഷേ ഇതിൽ നല്ല കൊത്താണേ. നമ്മൾ എടുത്തിട്ട് ചുമ്മാ കൊത്തുന്ന വഴിക്ക് ഒന്ന് ചെറുതായിട്ട് ഹുക്കപ്പ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ മീനുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ചേട്ടൻ ഇന്നൊരു കൂരലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് കണ്ടല്ലോ, ചേട്ടൻ ഒരു 3 കിലോ അല്ലേ ഏട്ടാ? 3 കിലോയ്ക്ക് മേലുണ്ടോ? 3 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. 3 കിലോ അടുപ്പിച്ചിട്ടുണ്ട്. ചേട്ടത് കണ്ടല്ലോ, നല്ല മുഴുത്ത സൂപ്പർ പുല്ലിനൊക്കെ ഉണ്ട്. ചേട്ടൻ ഞങ്ങൾ ആക്ച്വലി നേരത്തെ വിളിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊരു ഇച്ചിരി പണികളുണ്ട്, നേരത്തെ എത്താൻ വേണ്ടി പറ്റിയില്ല. ഇതിനകത്തൊരു കൂര കണ്ടോ അവനെവിടെയാണ്? ഇത് നമുക്ക് കിട്ടിയതുണ്ടോ? രാവിലെ കിട്ടിയതിൻ്റെ വൈകിട്ട് കിട്ടിയ സൈസ് ഡിഫറൻസ് ഉണ്ടോ? കൂരൽ വേണ്ട 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 മതി 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 മതി. ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചോട്ടെ അവനെ. കിടക്കുന്നത് മതി 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 മതി. ഇല്ലല്ലോ, അത് വേണ്ട. താങ്ക്സ് ചേട്ടാ. നല്ല ടേസ്റ്റ്. അതുകൊണ്ട് 1 കിലോ നമ്മൾ ഇതിപ്പോൾ 1 കിലോ ആയി കേട്ടോ. നമ്മൾ 1/2 കിലോ ഉള്ള മീൻ 1/2 കിലോ അല്ല 1/4 കിലോ ഉള്ളതിന് ചേട്ടൻ 1 കിലോ ആക്കി തന്നു. ചേട്ടൻ വൈൻഡപ്പ് വേണോ? അപ്പോൾ ചേട്ടനും പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്യുന്നു, നേരെ വീട്ടിലോട്ടല്ലേ വെച്ചാൽ. ഇതേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പതിവ് പോലെ പപ്പയും ശോഭയും വഴിയിലുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഇതൊന്നും മിണ്ടാതെ ഒരുത്തൻ മീൻ എന്ന് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരാളുണ്ടല്ലോ, ഒന്നും മിണ്ടാതെ മീൻ എന്ന് പറഞ്ഞതാണോ? ശോഭ കൂട്ടത്തിൽ പോയിട്ടുണ്ട് കമ്പനിക്ക്. ശോഭ വിചാരിക്കുന്ന ശോഭ ഇല്ല ഇവിടെ വീട്ടിലൊരു കാര്യം നടക്കത്തില്ലാണേ. അവളുടെ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പണി നടക്കത്തില്ലെന്നാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തേ കണ്ടാണേ. ആ കണ്ടോ, എവിടെ മീൻ? മീൻ എന്തി? ആ തുറന്ന് കാണിക്കാൻ കാണിക്കണോ മീനിനെ? അപ്പം നമ്മൾ മീനിനെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ദിശാൻകുട്ടിന്റെ റിയാക്ഷൻ കണ്ടോണേ. ജമ്പൻ സാധനല്ലേ? ഓ, ഇതിനെ അങ്ങോട്ട് പൊരിക്കണം. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇതാണ് കേട്ടോ. ഈ കൂരലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഒരു കൂരലുണ്ട്. പക്ഷെ ആ കൂരൽ നമ്മൾ പിടിച്ചതല്ല. അതിന് ശരിക്കും ഇത്രയും മീനിനല്ല നമ്മൾ പിടിച്ചത്. ഈ കുഞ്ഞു മീനുകൾ 4 നമ്മൾ പിടിച്ചോളൂ. ബാക്കി ഈ പൊന്ത മീനുകളെ നമ്മുടെ അവിടെ ചൂണ്ടിടുന്ന പ്രതീക്ഷയുടെ നല്ലതാണ്. മമ്മി വെട്ടി വറുത്താലോ? ഇതേ അങ്ങനെ മമ്മി മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആദ്യമേ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് നമ്മുടെ മിക്സിക്കകത്തേക്ക് ഇടുവാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക്, നല്ല ഉണങ്ങിയ കുരുമുളക്, വെളുത്തുള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ. അതിലേക്ക് ഇതേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ട കൂട്ട് റെഡിയാകും. അതിനുശേഷം ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ മസാല നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം മമ്മിയാണെങ്കിൽ മീനയിൽ നല്ല അടുപ്പിച്ച് മുള്ളിനോട് ചേർത്ത് വരയുവാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതേ മീനയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടി റെഡിയാക്കി മസാല വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴേക്ക് ഇതിൽ നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷമാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത്. ഇതേ നമ്മുടെ മീനയിൽ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടെ മീൻ വറുത്താലോ നമുക്ക്? മമ്മി ഇപ്പം മീൻ വറുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതേ ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ അടുപ്പ് കത്തിക്കുന്നു. ഇതേ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ പാനിനകത്തേക്ക് എണ്ണ ഇടാൻ കേട്ടോ ഒഴിക്കുന്നത്. എണ്ണ ഒഴിക്കും കേട്ടോ. ഇതേ പാനിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം മീമി ഇടുന്നു.
ഇതേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മമ്മി കറിവേപ്പില ഇടുവാണ്. ഇത് കണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ മീനിനെ മുഴുവനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ എടുത്ത് നമ്മൾ അടുപ്പയിലോട്ട് വെക്കുന്നു. എത്ര എടുക്കും മീൻ ഫ്രൈ ആയിട്ട് വരാനായിട്ട്? ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയിട്ട് വരും. ഇത് നമ്മളിനി മീനിനെ മറിച്ചിടാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടോണേ, അടിപൊളി. അപ്പം നമ്മളിത് പുല്ലനായതുകൊണ്ട് ഇതിനെ കുറച്ച് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് അത്ര ഷാഡോ ഫ്രൈ ആണെങ്കിൽ ഇതിനകത്ത് മുള്ള് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. നല്ല മുള്ളുള്ള മീനാണ് കേട്ടോ. ഈ ഒരു മീൻ പീസും കൂടെ നന്നായിട്ട് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും. ഇതേ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം മമ്മിയാണെങ്കിൽ ഒരു പാത്രത്തിൽ ഇതേ കണ്ടല്ലോ നല്ല സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ആവശ്യത്തിന് മീനുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ രണ്ടാമത്തെ മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനം ആ മീനിൻ്റെ പൊടി എല്ലാം കൂടി എടുത്ത് നമ്മളിതേ മീനിൻ്റെ മേളിലോട്ട് തന്നെ വെക്കുവാണ് കേട്ടോ. ഇത് കണ്ടല്ലോ. ഇതേ ഇനിയിപ്പോൾ നമുക്ക് മീൻ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മളിത് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുന്നത്. ആദ്യമേ എന്താണ് നമുക്ക് മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് മമ്മി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രൈ ചെയ്ത് മമ്മി തന്നെ കഴിച്ചോ. മമ്മി ആദ്യത്തെ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ. കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടോ പുല്ലം കഴിക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മമ്മി കാണിച്ചെടുത്തേ. മീൻ ഇത് കണ്ടല്ലോ, ഇതുപോലെ മുള്ളായിരിക്കും ഈ ഒരു മീൻ. ഇത് കണ്ടോ, ഇതുപോലെ മുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ആ മുള്ളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം സൂക്ഷിച്ച് വേണം കഴിക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. ഇച്ചിരി സമയം എടുത്ത് നമ്മൾ സാധാരണ മീൻ കഴിക്കുന്ന അത്ര എളുപ്പത്തിൽ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അടിപൊളിയാണെങ്കിലും ആവശ്യം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പം അപ്പം അടുത്ത പീസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം മുള്ളു നോക്കിക്കോണേ. അതെ, മുള്ളില്ലെന്നാണ് അപ്പോൾ പറയുന്നത്. കൊള്ളാം, മമ്മി. മമ്മി എനിക്കുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ക്ലോസ് കാണി. മമ്മി അത് 2 മുള്ളു കാണും മമ്മി അറ്റത്ത്. അത് തന്നെ. ഇത് കണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മീനാണ്. ഭയങ്കര മുള്ളാണ്, അതുകൊണ്ട് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്. മുള്ളില്ലായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടോ. പിടിക്കാൻ ഏറ്റവും രസമുള്ള മീൻ, നല്ല മീനാണ്. പക്ഷെ മുള്ളില്ലെങ്കിൽ എന്ത് സുഖമല്ലേ, ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിതേ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ദിനാചാച്ചൻ, മമ്മി, പപ്പ, ചേച്ചി കൊച്ചിനെ ഉറക്കാൻ പോയി കേട്ടോ.